ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇഫ്താർ സ്നാക്കായിട്ട് നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ഞങ്ങൾ നോക്കാം. ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാം കണ്ണി നോമ്പ് തറക്കുകയല്ല ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ആക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ് ഈസി ആയിട്ടിക്കറ്. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. അപ്പോൾ ಇದಕ್ಕೆ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട അതേപോലെ ജണ്ട് പൊട്ടേറ്റോ ഇത് ഞാനിവിടെ ഇത്ര പറ്റി എടുത്തേ. അപ്പോൾ ഇത് ഞാൻ ജണ്ടും കൂടി കുക്കറിലിട്ടിട്ട് ജണ്ട് വിസിലെടുത്തത് മുട്ടയും പിന്നെ പൊട്ടേറ്റോ ഒട്ടിಗೆ കുക്കറിലിട്ടിട്ട് ജണ്ട് വിസിലെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഗ്രേറ്ററിലൊന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ആക്കി എടുക്കണം മുട്ടയും പിന്നെ അതേപോലെ പൊട്ടേറ്റോ. പിന്നെ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ നിങ്ങൾ ചിക്കനും ഇടാം. ಇದಕ್ಕೆ ചിക്കൻ ഇട്ടിട്ടെങ്കിൽ ഞങ്ങൾ സാധാരണ ഇങ്ങനെ ಬೇಪಟ್ಟಿ എടുക്കറല്ലേ ഉപ്പ് മഞ്ഞളുടെ പൊടി പിന്നെ തെല്ല് നല്ല മുളക് പൊടി ഇട്ടിട്ട് ಬೇಪಟ್ಟಿ എടുത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ സമൂസത്തിಗೆಲ್ಲ ಬೇಪಟ್ಟಿ എടുക്കറല്ലേ അതേപോലെ ಇದಕ್ಕೆ ಬೇಪಟ್ಟಿ എടുത്തിട്ട് ഇട്ടെങ്കിൽ ഈ മുട്ടയുടെ ബദലിಗೆ ഇല്ലെങ്കിൽ മുട്ടയും പൊട്ടേറ്റോ ജണ്ടും അങ്ങനെ ആക്കറിങ് അങ്ങനെ ആവും. പിന്നെ ഇതേപോലെ പൊട്ടേറ്റോ അതേപോലെ ഒന്ന് ഗ്രേറ്റ് ആക്കി എടുത്തിട്ട് കണ്ടല്ലേ ഇതുപോലെ ഉണ്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് കാട്ടിയ പൊട്ടേറ്റോയിൽ 4 പീസ് പൊട്ടേറ്റോ ഉണ്ടല്ലോ അതിൽ 3 പീസ് എടുത്തിട്ടാണ് ഞാൻ ചെറിയൊരു പീസ് ഇതാ ബാക്കി വെച്ചത്. ഇത്ര ഇതിനകത്തിൽ വേറെ ಬೇನಿಂತೆ ഞാൻ 2 പൊട്ടേറ്റോയിൽ 1.5 പൊട്ടേറ്റോ ഇട്ടേ. ഇനി ഞങ്ങൾ ಇದಕ್ಕೆ പൊടിയായിട്ട് കട്ടാക്കി ഇതിൽ പച്ചമുളക് ഇടുമ്പോൾ തിൽ ಯಾರಿಟ್ಟರು ಖಾರ ಆಗುತ್ತಿಗೆ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ തിൽ പൊടിയായിട്ട് കട്ടാക്കി കൊത്തമ്പരി സೊಪ್ಪು തിൽ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അത്ര ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇട്ടെങ്കിൽ അതിൽ പിന്നെ തിൽ ജീരകത്തെ പൊടി ഗരം മസാല പിന്നെ ചാറ്റ് മസാല അത് നിങ്ങൾ നോക്കിയിട്ട് എത്ര സ്നാക്സ് ആക്കുறாரோ ಅದಕ್ಕೆ പിന്നെ എത്ര നിങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ ತೆಲ್ಲ ಕಾರ್ನ್ಫ್ಲವರ್ അതൊരു 1.5 to 2 ടേബിൾ സ്പൂൺ അത്ര കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ ഇല്ലാണ്ട് ಅದರ ಬದಲಿಗೆ ഞങ്ങൾ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഏതു ആവും. പിന്നെ ചെറിയൊരു സൈസിലുള്ള ഇത് നീരുള്ളി കട്ടാക്കുമ്പോൾ അങ്ങനെ പൊടിയായിട്ട് കട്ടാക്കി എടുക്കും. ടേസ്റ്റ് വേണം എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുറോ. ഉപ്പ് ഞങ്ങൾ ನಾನು ಇದಕ್ಕೆ പൊട്ടേറ്റോ ಬೇಪಟ್ಟಂಬ ಉಪ್ಪಿಟ್ರೆ ಬದುಕೊಂಡ್ಬಿಟ್ಟು ಇದಕ್ಕೆ ತೆಲ್ಲಿಟ್ರೆ ಉಪ್ಪು ನೋಕಿಯಲ್ಲ നിങ്ങൾ ഉപ്പ് കറക്റ്റാക്കി കൊടുക്കണം. ചെന്നെങ്കിൽ ഉപ്പ് ಬೇನು ಇದಕ್ಕೆ ഉപ്പ് ಖಾರ ಎಲ್ಲ ಬೇನು അങ്ങനെ എങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഞങ്ങൾ ഇത് മസാല ഫ്രൈ ആക്കണ അങ്ങനെ എന്തില്ലല്ലോ. അപ്പോൾ ഉപ്പ് ಖಾರ അതെല്ലാം കറക്റ്റാക്കി കൊടുക്കുറോ. പിന്നെ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തെങ്ങായിട്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ಇದಕ್ಕೆ ഞങ്ങൾ ചീസ് വെച്ചിട്ട് ബോൾസ് ആക്കರೆಂಗೆ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ചീസ് ಬೇಕಿಲ್ಲ ಅನ್ಕನೆ ಕಾಲಿದ ಹಿಂಗೆ ബോൾസ് ആക്കി എടുത്തെങ്ങായിട്ട്. വേറെ ಇದಕ್ಕೆ ഞങ്ങൾ ചുമ സ്വര എന്തും ഇല്ല. അപ്പോൾ ചിക്കൻ ഇടുறെങ്കോ ഇതേപോലെ ആക്കി എടുത്തെങ്ങായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചീസ് വെച്ചിട്ട് ഇതുപോലെ ചീസ് വെച്ച് ആക്കರೆಂಗೆ ഇതുപോലെ പരത്തിയിട്ട് അതിന് നടുക്ക് നിങ്ങൾ തെല്ലും മൊസറല്ല ചീസ് ಬೇಕರೆಂಗೆ ചീസ് വെച്ച് ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. എല്ലാവർക്കും നല്ല മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമായിട്ടിരിക്കും. അപ്പോൾ ചീസ് വെച്ച് ആക്കರೆಂಗೆ ഇങ്ങനെ ആക്കിയങ്ങായിട്ട്. അപ്പോൾ ഞാനിത് ബാക്കിയെല്ലാം ഒന്ന് മാത്രമാണ് ചീസ് ಬೇಕಂತ ആക്കിയ ബാക്കിയെല്ലാം ചീസ് വെച്ചിട്ട് ആക്കറേ. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തത്. അപ്പോൾ ചീസ് വെച്ചിട്ടും ഞങ്ങൾ ആക്കാം ബേക്കാണ്ടും ആക്കാം. വെച്ചിട്ട് ആക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ഞാൻ ആക്കി എടുക്കറേ. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ട് കണ്ടല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ಡಿಪ್ ಹಾಕೋಬೇನಾയിട്ട് ನಾನು ತೆಲ್ಲು ಕಾರ್ನ್ಫ್ಲವರು അതേപോലെ ತೆಲ್ಲು മൈദ ജണ്ട് ಒಟ್ಟಿಗೆ ಮಿಕ್ಸ್ ಹಾಕಿ ഞങ്ങൾ ತೆಲ್ಲು തണ്ണിയിൽ ತೆಲ್ಲು ഉപ്പ് ഇട്ട് കൊടുക്കണം. കോൺഫ്ലവർ മൈദ ഉപ്പ് ഇത്ര ഇട്ട് ತೆಲ್ಲು താണി വിട്ടിട്ട് നല്ല മിക്സ് ആക്കി ഞങ്ങൾ ഡിപ്പ് ആക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുവേനായിട്ട്. ഇതിന് ബദൽ ഞങ്ങൾ മുട്ട എടുക്കുക മുട്ട ബദൽ ഇതേ നല്ലേ മുട്ടയെ കാട്ടി. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസും എടുത്തിടാണ്. ഇനിയിപ്പോൾ ഈ ഒരു മുട്ടയിൽ കോൺഫ്ലവർ മിക്സിൽ മുക്കിയിട്ട് ഇതുപോലെ ചന്ത ഇതാക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിൽ നല്ല കോട്ടാക്കി എടുക്കണം. ഇത് ജണ്ട് ഡബിൾ കോട്ടാക്കി എടുക്കണം. സിംഗിൾ കോട്ടാക്കി എടുക്കണം. ചെന്നാൽ ഞങ്ങൾ ഇത് ചീസ് ഇട്ടിട്ട് ആക്കറില്ലേ. ചിലപ്പോൾ ഞങ്ങൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കുമ്പോൾ തെല്ല് യാറായി പോയെങ്കിലല്ല ഞങ്ങൾക്ക് എണ്ണ ചൂടെല്ലാം ഏറായി പോയെങ്കിൽ പുറത്ത് ബರೋಗೆಲ್ಲ ಚಾನ್ಸ್ ഉണ്ട്. ഈ പൊട്ടാറ്റോ എല്ലാം ഞങ്ങൾ ഇങ്ങനെ ഗ്രേറ്റ് ആക്കി ആക്കറില്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ സിംഗിൾ കോട്ടല്ല ഡബിൾ കോട്ടാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇത് ചീസെല്ലാം പുറത്ത് വന്നില്ലേ. അപ്പോൾ അങ്ങനെ ആക്കുന്നത് ഡബിൾ കോട്ടാക്കിയിട്ട് എടുക്കണം. ആക്കുമ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ആക്കി എടുക്കുക കണ്ടല്ലേ ഇതുപോലെ. അപ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസിന് അതെല്ലാം യെല്ലോ കളർ ഇട്ടിട്ട് പൊടിക്കുമ്പോൾ അപ്പോൾ അത് ആ ഒരു കളർ ഇത് യെല്ലോ കളർ. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി എടുത്തേ. ഇത്ര ബോൾസ് ആയിട്ട് കിട്ടിയിരനക്ക്. ഇനി ഇത് ഞങ്ങൾക്ക് ഫ്രൈ ആക്കി എടുത്തെങ്ങായിട്ട്. അപ്പോൾ എണ്ണ ചൂടാകുക വെച്ചിട്ട് ഞങ്ങൾ ഇത് ഫ്രൈ ആക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കോത്തീരാ. ചുമ ഓവർ ചൂട് വെക്കോത്തീരാ. ഇത് എണ്ണയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ചൂടിൽ ഞങ്ങൾക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കണം. എല്ലാ സൈഡും ഇങ്ങനെ തിരിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കണം. പിന്നെ ചുമ ഇത് എണ്ണ ചൂട് ഓവറായെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ പുറത്ത് ബರೋಗೆಲ್ಲ ಚಾನ್ಸ್ ഉണ്ട്. ഈ പൊട്ടാറ്റോ ഞങ്ങൾ ഇങ്ങനെ ഇത് സ്മാഷ് പോലെ ആക്കിയിട്ട് ആക്കറില്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ ചീസെല്ലാം വെച്ചിട്ട് ആക്കറി കൊണ്ടിട്ടോ ചിലപ്പോൾ പുറത്ത് ബರೋಗೆಲ್ಲ ಚಾನ್ಸ್ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് മെല്ലനെ ഇങ്ങനെ തെല്ല് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ചൂടിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഞങ്ങൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ಬೇಗമേ ഓടുക ചുമ ടൈം എന്തില്ല. അപ്പോൾ ഇത് ആയിത്തോടെ കണ്ടല്ലേ ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം. എല്ലാം ബാക്കിയെല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ
അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഇത് ഞങ്ങൾ സോസ് കൂട്ടിയിട്ട് തിന്നണോ, ഞങ്ങൾ എന്തെങ്കിലും കെച്ചപ്പ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില്ലി സോസ് അങ്ങനെ എന്തെങ്കിലും സോസ് കൂട്ടി തിന്നണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ കണ്ടല്ലോ ഇത്ര ഈസി ആയിട്ട് ഞങ്ങൾ ഈ ഒരു സ്നാക്ക് ആക്കി എടുത്തിട്ട് വേഗം ഞങ്ങൾ ആക്കി എടുക്കുക. ചുമ സ്വരമേ ഇല്ല, ഞങ്ങൾ മസാല ഫ്രൈ ആക്കണോ അങ്ങനെ എന്തോ സ്വരമേ ഇല്ല, നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ചെന്ന പോലെ മുട്ടയുടെ ബദലിക്ക് ഞങ്ങൾക്ക് ഇത് ചിക്കൻ വെച്ചിട്ടാക്കുறீங்க, ചിക്കനും ഇട്ടിട്ടാക്കുക, നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും പേർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.